ഇന്ന് എന്റെ സീൻ എന്താന്ന് പറയൂ. തകർത്തേക്കാം. ദയവ് ചെയ്ത് നീ തകർത്ത് കളയുന്നൊന്നും പറയല്ലേ മോളെ. ഞാനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഡയറക്ടർ സർ, സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ലേ? അതിന് നീ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ശ്രുതി, സീൻസ് ആർ സിമ്പിൾ. ഇന്നലെ നീ ഹീറോയ്ക്ക് ഐ ലവ് യു പറഞ്ഞു, ഇന്ന് ഹീറോ നിന്നോട് ഐ ലവ് യു പറയും. അതല്ലേ ഡയറക്ടർ സർ? ഹോ, സീൻ ഇങ്ങനെ എപ്പോഴും മാറ്റിയാൽ എങ്ങനാ? ഡയറക്ടറോട് കൂടി ഒന്ന് പറയണ്ടായോ അത്? അല്ലെങ്കിൽ ഇവരുടെ മുമ്പ് ഞാൻ ബ്ലാങ്ക് ആയി പോവില്ലേ? അപ്പൊ ബാക്കി എന്താ? ഇന്നലത്തെ പോലെ ദൂരെ ഓടി വരണം, അത്രയല്ലേ ഉള്ളൂ. അമ്മ അമ്മ എന്തൊരു ഇൻവോൾവ്മെന്റ് അമ്മോ. ഹീറോ എത്തിയല്ലോ. നീ മന്ദബന്ധം അങ്ങോട്ട് ഓടുന്നു, മന്ദബന്ധം തിരിച്ചു വരുന്നു. താങ്ക് യു സർ. സർ, എന്ത് വിചിത്രമായിരിക്കുന്നു സർ. അവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവള് നന്നായി ചെയ്യുന്നുമുണ്ട്. രണ്ടിന്റെ പോക്ക് കണ്ടിട്ട് എന്താകും നമുക്കും അറിയില്ല. ആഹാ, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ സൂപ്പർ സാർ. പറഞ്ഞോളൂ. നീ ഇന്നലെ വന്ന് എന്നോട് ഐ ലവ് യു പറഞ്ഞിട്ട് പോയില്ലേ? രാത്രിയിൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഒട്ടും ഉറങ്ങിയില്ല. ഒരു തരം ഹൃദയമിടിപ്പ്. ഞാനൊന്ന് തീരുമാനിച്ചു. എന്ത്? ഐ ലവ് യു. എന്താണ് ഇങ്ങനെ? അതെടാ, ഞാൻ ഐ ലവ് യു പറഞ്ഞപ്പോ അവളെ കൊണ്ട് ചിരിച്ചോണ്ട് ഓടിപ്പോയടാ. അതവളുടെ നാണം കൊണ്ടാ. നാണോ? മതി. ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചോണ്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റുപോലെ. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടമാണല്ലേ? എങ്ങനെയുണ്ട് സാറിന്റെ പെർഫോമൻസ്? അവിടെ പെർഫോമൻസ് കാണിക്കാൻ പറ്റിയ സമയം മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. എങ്കിലും നിങ്ങൾക്ക് ഒരു സെൻസ് ഒക്കെ വേണ്ട എന്റെ ഡയറക്ടർ സാർ. എനിക്കാ? ഇല്ലെങ്കിൽ പിന്നെ ഇവനെയൊക്കെ പിടിച്ച് എന്നെ ഹീറോ ആക്കോ? അതിന് മെഗാസ്റ്റാർ മമ്മൂട്ടി വേണം നിനക്ക്. ഹീറോ എന്ന് പറഞ്ഞ റാമിനെ പോലെ ഇരിക്കണം. ഒരു പെണ്ണിന് ഇഷ്ടപ്പെടുന്നത് എല്ലാം അവനിലുണ്ട്. മാച്ചോ, സ്റ്റൈൽ, മാൻലി. ഐ തിങ്ക് ഐ ലവ് ഹിം. ഓഹോ, മ്യൂസിക് സ്റ്റാർട്ടഡ്. എന്താ? നമസ്കാരം സാർ. മിസ്സിംഗ് കേസാ. എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ 10 ദിവസമായിട്ട് കാണാനില്ല. ഫോട്ടോ വല്ലതുണ്ടോ?